ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ താഴെ ഒരു സൂര്യ എന്ന് പറഞ്ഞിട്ടൊരു ഇത് ക്യാഷ് ഉണ്ടാക്കിയതല്ലേ പറഞ്ഞിട്ടുള്ളൂ, സ്വഭാവത്തിന്റെ കാര്യം പറഞ്ഞിട്ടില്ലല്ലോ. വരുന്നത് അനുമോളെ സപ്പോർട്ട് ചെയ്താ പിന്നെ നമ്മളോട് തിരിച്ചു പറയുന്നത് അനുമോൾക്കുള്ള സമ്പാദ്യമുണ്ട്. എല്ലാവർക്കും നമസ്കാരം. കുറച്ചധികം കാര്യങ്ങൾ ഈ വീഡിയോയിൽ എനിക്ക് കാണിക്കാനും പറയാനും ഒക്കെ ആയിട്ട് ഉണ്ട്. അത് വേറൊന്നുമില്ല, അനുമോൾ റിലേറ്റ് ചെയ്തിട്ട് തന്നെയാണ്. അനുമോള് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയ്ക്കകത്ത് പോയ സമയത്ത് അതിന്റെ അകത്തുള്ളവര് തന്നെ അനുമോളെ വാരിപ്പറക്കിട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു. നീ എവിടത്തെ നടിയാടി, ഇവളൊക്കെ ഒരു ആക്ട്രസ്സാ, ആര് അപ്പാനി ശരത്ത് പറഞ്ഞാണ്, ഇത്രയും കാലം അഭിനയിച്ച് ഞാനല്ലേ ആക്ടർ, ഇവളല്ലേ ആക്ട്രസ് എന്നൊക്കെ പറഞ്ഞും കൊണ്ട് അവൾ ഇത്ര പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, മറ്റേ ലൊട്ടിലൊടുക്ക് ഷോയിലൊക്കെ ഈ സീരിയലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെന്നാണ് ഇവളെ നടിയാ എന്നൊക്കെ പറഞ്ഞ് അപ്പാനി പറഞ്ഞത് ഓർമ്മ വേണ്ടേ? എന്നിട്ട് ആര് അവിടെ നിൽക്കുന്നു, ആരവിടെ നിന്ന് പോയി, ആര് പോയി? അപ്പാനി പോയി. അതാണ് നെഗളപ്പിന്റെ ഒങ്കിന്റെയും കൂടുതൽ കുറവായിട്ട് അവൻ പുറത്തായത്. അങ്ങനെയുള്ളവന്മാര് അങ്ങനെ അകത്ത് നിൽക്കേണ്ട കാര്യമില്ല. അവൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഒന്നല്ല ഒന്നിലധികം പ്രാവശ്യം അവൻ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു ആക്ടറാണ്, 10-20ഓളം പടത്തിൽ അഭിനയിച്ച ഒരു നായക കഥാപാത്രത്തിന് തുല്യനായ ഒരു നടനാണ്. അതിനിപ്പോ വീട്ടിൽ പേരുന്ന് ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് വിട്. അവനെ പോലുള്ള കുറെ എണ്ണം അതിൻ്റെ അകത്ത് കിടന്നിട്ട് അനുമോളെ നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് നടന്ന്. അവളെ നടിയല്ല, പ്രത്യേകിച്ച് ഞാനൊക്കെ അവളെ സപ്പോർട്ട് ചെയ്യാനുണ്ടായ റീസൺ തന്നെ ഇങ്ങനെ എല്ലാവരും കൂടി വളഞ്ഞിട്ട് അടിച്ച് ആക്രമിച്ച് അവളെ താഴ്ത്തി കെട്ടിയപ്പോൾ തന്നെയാണ് എന്നെ പോലുള്ളവന്മാർ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. വളരെ എണ്ണാവുന്ന ആൾക്കാരെ ഉള്ളൂ എന്ന് വിചാരിച്ചെങ്കിലും പക്ഷെ ഒരുപാട് ആൾക്കാർ അനുമോൾക്ക് സപ്പോർട്ടായിട്ടുണ്ട്. അത് കമന്റ് ബോക്സ് ചെക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തിന് ഈ വീഡിയോ 10 പേര് കണ്ടു കഴിഞ്ഞാൽ അതിൽ 5 പേര് അനുമോളെ സപ്പോർട്ട് ചെയ്തിട്ടായിരിക്കും കമന്റ് ചെയ്യുന്നത്. നിങ്ങൾ എന്നെ ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ, വോട്ടെവർ. അപ്പൊ നമ്മുടെ മെയിൻ വിഷയം അതല്ല. പലപ്പോഴും പലരും അനുമോളെ ബിഗ് ബോസ് ഹൗസിന്റെ അകത്ത് കുറ്റം പറഞ്ഞുകൊണ്ട് നടന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിൽ പലരും ഇന്ന് അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു സുഹൃത്തുക്കളെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആദ്യം ഞാനൊരു വീഡിയോ ക്ലിപ്പ് കൊടുക്കാം. അനുമോൾക്കുള്ള സമ്പാദ്യമുണ്ട്. ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതാ, ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കിയതല്ല. അവർക്ക് ഒറ്റയ്ക്ക് ഉണ്ടാക്കിയ കുറെ ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കിയതിനെ അങ്ങനെ തന്നെ കാണണം. അവർക്കപ്പൊ എന്തും ചെയ്യാം, അധ്വാനിച്ചുണ്ടാക്കിയ കാശം. അതായത് അനുമോൾ എല്ലാം ഒറ്റയ്ക്കാണ് ഉണ്ടാക്കിയത്, ഒന്നുമില്ലായ്മയിൽ നിന്നും ഉണ്ടാക്കിയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് അക്ബർ, നിവിൻ അടങ്ങുന്ന സംഘം അവിടെ ഇരുന്ന് അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നു. ഒനിയിൽ അടക്കമുണ്ട്. ഇവരെല്ലാരും കൂടി അനുമോൾ അവിടെ ഇരുന്ന് മാറിയിരുന്ന് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു. ഒന്നുമില്ലായ്മയിൽ നിന്നും സ്വന്തമായിട്ടെല്ലാം ഉണ്ടാക്കി ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവളാണെന്നുള്ള രീതിയിൽ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. എന്നാൽ ആദ്യം ഇവരൊക്കെ എല്ലാവരും വളഞ്ഞിരുന്ന് കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നു. അതാണ് പറയുന്ന കാലം, കർമ്മ. ഇതെല്ലാം നമുക്ക് തിരിഞ്ഞു വരും. നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളാണ്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ജെന്യൂനിറ്റി ഉണ്ടെങ്കിൽ കാലം നമ്മളെ ആദ്യം കുറ്റം പറഞ്ഞാലും കറങ്ങിത്തിരിഞ്ഞ് അത് നല്ലതിലേക്ക് വരും, നല്ലതിലേക്ക് നമ്മളെ ചൂണ്ടിക്കാണിക്കും എന്നുള്ളത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. പല തവണ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഇനി നടക്കാൻ പോകുന്നതാണ് ചരിത്രം. കുറച്ച് കമന്റ്സ് ഞാൻ ഈ വീഡിയോയുടെ അടിയിൽ വന്നിട്ടുള്ള ആദ്യം വായിക്കാം, എന്നിട്ട് ഒരു വോയിസ് റെക്കോർഡും കൊടുക്കാം. ആദ്യം കമന്റ്സ് ഞാനൊന്ന് വായിക്കാം. കമന്റ്സിന്റെ പേരിൽ തമ്മിൽ തല്ലാണ് ഈ വീഡിയോയുടെ അടിയിൽ എന്നുള്ളൊരു കാര്യം വാസ്തവമാണ്. PR അങ്ങനെ ഇങ്ങനെ കുറെ വിഷയങ്ങളുണ്ട്. നമുക്ക് എന്തായാലും ഒരു അടിവയിൽ നിന്ന് തന്നെ കമന്റ്സ് വായിച്ച് തുടങ്ങാം. പൈസ എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം, സ്വഭാവം നല്ലതല്ല, പൈസ ഉണ്ടാക്കി എന്ന് വെച്ച് നല്ല വ്യക്തിയാക്കില്ല. ആഹാ, അതായത് പൈസ എങ്ങനെ വേണം ഉണ്ടാക്കാം, പൈസ ഉണ്ടാക്കി വെച്ചും കൊണ്ട് ഒരാൾ നല്ല വ്യക്തിയാവില്ല, സത്യസന്ധമായാണ് കാര്യം. പക്ഷെ ഇവിടെ അനുമോൾ എവിടെയാണ് നല്ല വ്യക്തി അല്ലാത്തതെന്നും കൂടി ഈ സൂര്യ PV എന്ന് പറയുന്ന വ്യക്തി ഒന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. എന്നിട്ട് അതിന്റെ താഴെ അനുമോൾ സ്ക്വാഡ് എന്ന് പറയുന്ന ആർമി പേജാണ്. ആ പേജ് തന്നെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അമ്മി നല്ല സ്വഭാവത്തിന് ഉടമ വന്നല്ലോ. അപ്പൊ സൂര്യ PV കമന്റ് ചെയ്യുന്നു തിരിച്ച്, അനുവിന് മാത്രം PR ഇല്ല എന്ന് അനുവിന്റെ നുണച്ചി ചേച്ചിമാർ 4 ദിവസമായി എയർപോർട്ടിൽ നിന്ന് കരയുന്നുണ്ടല്ലോ, കണ്ടില്ലേ? അവളും നുണച്ചി, അവളുടെ ഫാമിലി നുണച്ചികൾ, അതിന് ചോദിക്കാൻ വരുന്ന അവളുടെ PR. PR എന്റെ ഊഹം ശരിയാണെങ്കിൽ ഒട്ടുമിക്ക കണ്ടസ്റ്റന്റിനും ഉണ്ട്. PR ഒക്കെ എടുത്തും കൊടുത്തും ഒക്കെ തന്നെയാണ് അവരെല്ലാവരും വരുന്നത്. പക്ഷെ ഫൈനലി ജനങ്ങളാണ് വിധികൾ എഴുതുന്നത്. ജനങ്ങളാണ് തീരുമാനിക്കുന്നത് ആര് ജയിക്കണം, ആര് കപ്പ് കൊണ്ടുപോകണം, ആര് അതിന്റെ അകത്ത് നിൽക്കണം എന്നൊക്കെ. അത് മനസ്സിലാക്കണം. അത് കോമൺ സെൻസ് വെച്ചൊന്ന് ചിന്തിക്കാനും പഠിക്കണം. അടുത്ത് വായിക്കാം. അവളുടെ ഫാമിലിയും അവളുടെ വൃത്തികെട്ട സ്വഭാവം എന്തായാലും ആർക്കുമില്ല. PR കാരെ നിങ്ങളെ ഊക്കാൻ നിങ്ങളുടെ ഫാമിലി തന്നെ മതി. ഫാൻ ഫൈറ്റിന്റെ പൂരം, പൊടിപൂരം. പെണ്ണിന്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ആർക്കെങ്കിലും വേണോ? ഇവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും. ഒന്ന് പോ മോനെ. ആണുങ്ങൾ പുറത്തിറങ്ങിയാൽ എല്ലാവരും പുണ്യാളന്മാരല്ലേ? നിന്റെ നല്ല സ്വഭാവമാണല്ലോ. ഇവര് തമ്മിൽ അടിയായി കേട്ടാ, മൊത്തം അടിയായി, ജജാബുജായി. നിന്റെ നല്ല സ്വഭാവമാണല്ലോ. നിന്നെ പോലുള്ള ഊളകൾ ക്യാഷ് വാങ്ങി ഓപ്പോസിറ്റ് നിൽക്കുന്ന കണ്ടസ്റ്റിനെ ഡീഗ്രേഡ് ചെയ്യാനിരിക്കുന്ന നേരം നീ സപ്പോർട്ട് ചെയ്യുന്ന കണ്ടസ്റ്റിന് 4 വോട്ട് ഉണ്ടാക്കി കൊടുക്കാൻ നോക്കടി. എന്റെ പൊന്നടാവെ, മൊത്തം അടിയായി തീർന്നു. നിന്റെ സ്വഭാവം
നാണമില്ലേടി, എണീറ്റ് മറ്റുള്ളവരെ നന്നാക്കാൻ നോക്ക്. എന്തൊക്കെയോ പറയുന്നു. അനുമോൾ ബിഗ് ബോസിൽ വരുന്നതിന് മുൻപേ കേരളത്തിൽ ഫേമസാ, നല്ല ഫാൻ ബേസ് ഉണ്ട്, അതുകൊണ്ട് അവൾക്ക് സപ്പോർട്ട് കൂടുതൽ കാണുമ്പോൾ നിനക്കൊക്കെ PR ആയിട്ട് തോന്നും, ബട്ട് ഞങ്ങൾ അവളെ ഫൈനൽ വരെ എത്തിക്കും. അതായത് അനുമോൾക്ക് ഞാൻ ഈ മനസ്സിലാക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ ഒന്നും വേണ്ട, അല്ലാണ്ട് തന്നെ അനുമോളെ സ്നേഹിക്കുന്ന ഒരുപാട് മലയാളികളുണ്ട്, പ്രത്യേകിച്ച് സീരിയൽ ഓഡിയൻസ്, അതുപോലെ സ്റ്റാർ മാജിക് ഓഡിയൻസ്, ഇവരൊക്കെ ഒരുപാട് പേര് അനുമോളെ സ്നേഹിക്കുന്നുണ്ട്. അത് വിവരമില്ലാതെ കുറെ പേര് പറയുന്നത് PR ആണ്. PR കാണും, ഓഫ് കോഴ്സ് കാണും, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എന്ന് വെച്ചിട്ട് PR മാത്രം സപ്പോർട്ട് കൊണ്ടൊന്നും ഒരിക്കലും ഒരു കണ്ടസ്റ്റന്റ് മുന്നോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ജനങ്ങളുടെ സപ്പോർട്ട് വേണം, ജെന്യുവിനായിട്ടുള്ള ജനങ്ങളുടെ സപ്പോർട്ട് വേണം. അതെന്തായാലും കാലാകാലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് അനുമോൾ കൊണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തിന് ഞാൻ തന്നെ വന്നിട്ട് സപ്പോർട്ട് ചെയ്യുന്നില്ലേ? എനിക്ക് പാവം തോന്നിയിട്ടും അവൾ നിസ്സഹായ അവസ്ഥ കണ്ടിട്ടും ജെന്യൂനാണ് തോന്നിയിട്ടും എന്നാണ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ ഒരു തന്നെ PR അല്ല, ഒരുത്തിയുടെ PR അല്ല. പിന്നെ പറയുന്ന ആരും വിശ്വസിക്കുകയില്ല, നമ്മൾ പൈസ വാങ്ങിയിട്ട് പറയുന്നതെന്ന് കുറെ പേര് പറയും. നമ്മളെ മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കിയാൽ മതി. പിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവിടെ ഇപ്പൊ അനുമോളെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്താലും കമന്റ് ഇട്ട് കഴിഞ്ഞാലും അവരെല്ലാം അനുമോളുടെ PR എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പൊതുവേദിയാക്കി ഇപ്പൊ മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പൊ അതൊന്നും കാര്യമായിട്ട് എടുക്കുന്നില്ല. ഓക്കെ, ബാക്കി വായിക്കാം. അവളുടെ സ്വഭാവത്തിന് എന്താ കുഴപ്പം? നല്ല കുട്ടി ആണ്, കാണുന്നവന്റെ കണ്ണിലാണ് കുരു, ഇത് നിങ്ങൾക്കും ബാധകമാണ്. അത് ശരിയായിട്ടുള്ള കാര്യമാണ്. അവളുടെ സ്വഭാവത്തിന് എന്താ കുഴപ്പം? എനിക്ക് മനസ്സിലായില്ല. ബിഗ് ബോസ് ഹൗസിന്റെ അകത്ത് പോയിട്ട് അവൾ എന്താണ് കുത്തിത്തിരിപ്പ് അല്ലെങ്കിൽ പിന്നീന്ന് കുത്തൊക്കെ ചെയ്യുന്നത്? അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല, അല്ലെങ്കിൽ കാട്ടാപരാധങ്ങളൊന്നും അവൾ അതിന്റെ അകത്ത് പോയിട്ട് ചെയ്യുന്നില്ല. പിന്നെ എന്താണ് അവളുടെ സ്വഭാവത്തിന് കുഴപ്പമൊന്നും ഈ പറയുന്നവരും ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാമായിരുന്നു. നീ ഇങ്ങനെ ക്യാഷ് ഉണ്ടാക്കി എന്നല്ലേ ചോദിച്ചേ? നീയും നിന്റെ ഫാമിലിയും ഇങ്ങനെ ആവുന്ന ആൾക്കാർ ഉണ്ടാവും. അതൊക്കെ എന്തിനാ മോളെ ഇവിടെ വന്ന് പറയുന്നത്? ഇത് മൊത്തം തളക്കി വിളിയായി. ഏതോ അപ്പവും സൂര്യയും സുജിത് മലയാളി എല്ലാം കൂടിയൊക്കെ തളക്കിളിയുടെ പൂരമായി. ഒരു കുലസ്ത്രീ, അയ്യോ അങ്ങനെയൊക്കെ ആയി. ലേശം ഉളുപ്പൊക്കെ ആവാം. എന്തായാലും ശരീരം വിറ്റിട്ടെന്നല്ലല്ലോ പൈസ ഉണ്ടാക്കുന്നത്. ആദ്യമായിട്ടല്ലേ സ്ക്രീനിൽ വരുന്നത്. ശരിക്കും അധ്വാനിച്ച് ഈ ഫീൽഡിൽ കടന്നു വരുന്ന ഒരാളാണ് അനുമോൾ. നിനക്ക് അതുപോലും ഇല്ലല്ലോ. പരസ്പരം ഇങ്ങോട്ടും ഈഗോ ആയി, അടിയായി, വഴക്കായി. ദുരന്തം ഇങ്ങനെ ചളി ഡയലോഗ് അടിച്ച് ചിരിപ്പിക്കലേ PR കമ്പി അനു ടീംസേ. ഇത്ര ദുരന്തം PR അനുവിന് മാത്രം കാണുകയുള്ളൂ. വാങ്ങുന്ന പൈസക്ക് ഇതുപോലെ ചളിയാണോ ചെയ്തു കൊടുക്കുന്നത്? അനുവിനെ ഊക്കാൻ അവളുടെ PR തന്നെ മതിയല്ലോ. അപ്പോൾ എന്തുപാടെ ഈ സൂര്യ PV? ആരുടെ ഈ സൂര്യ PV? കൊള്ളാമല്ലോ. ഞാൻ ക്യാഷ് വാങ്ങിയത് നിന്റെ കയ്യിൽ നിന്നാണോ? എന്നാ ഓക്കെ, വിവരക്കേട് പറയാം. കാരണം നിങ്ങൾ അനുവിന്റെ PR അല്ലേ. കൂടുതലോ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. അനുവിനെ പോലെ ഒരു മനോരോഗി അവിടെ നിന്ന് പോയാൽ അവളുടെ PR വർക്കുകാരെ കൊണ്ടുള്ള ശല്യം കുറയും. എന്തുവാടേ ഇത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ശല്യം കുറയും, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അവളുടെ PR വർക്കുകാരെ കൊണ്ടുള്ള ശല്യം കുറയും. അപ്പോൾ അവിടെ ഗെയിം കളിക്കുന്ന ആളുകൾ തനിയെ സപ്പോർട്ട് കിട്ടിക്കൊള്ളും. അവരെ നിന്നെ പോലെ പൈസ വാങ്ങി PR ചെയ്ത് മറ്റുള്ളവരെ ഡീഗ്രേഡ് ചെയ്യുന്നതും എന്തുവാടേ? സൂര്യ PVക്ക് എന്ത് പറ്റി? നോക്കാം. പിന്നെ അവളുടെ ഫാമിലി തന്നെ അവൾക്കുള്ള കുഴി തോണ്ടുന്നുണ്ട്. അത് അങ്ങനെ ഒരു ഫാമിലി ഇതുവരെ എയർപോർട്ടിൽ നിന്ന് വീട്ടിലെത്തിയിട്ടില്ല. പൊന്നളി എനിക്കറിഞ്ഞൂടെ കേട്ടാ. ഇന്ന് വീട്ടിലെത്തിയിട്ടില്ല. നുണക്കഥ രാജിവെക്കുകയാണ്. സ്കോഡ് പോലും. അവൾ എന്താ ഓപ്പറേഷൻ സിന്ദൂരിൽ പങ്കെടുക്കാൻ പോയതാണോ? സ്കോഡ് ഉണ്ടാക്കാൻ? ഒളിഞ്ഞു നോട്ടം സ്കോഡ് ആയിരിക്കുമല്ലേ. അപ്പോൾ നടക്കട്ടെ, വാങ്ങിയ പൈസക്ക് പണിയെടുക്ക്, ക്യാരി ഓൺ. സൂര്യ PV ആള് ജില്ലനെ നിൽക്കുകയാണ് കേട്ടോ. സൂര്യ PVക്ക് എന്ത് പറ്റിയോ എന്തോ. പിന്നെ നല്ല സ്വഭാവം, ഒളിഞ്ഞു നോട്ടം, പരദൂഷണം, കുശുമ്പ്, പ്രാക്ക്, കുൽസിതം, പകൽ സദാചാരം, രാത്രി ലൈഫ് സെക്സ്, ഇങ്ങനെ കൈമുതൽ ആയ അനു വളരെ നല്ല കുട്ടിയാണ്. അതെ, അപ്പോൾ ഞങ്ങളുടെ കണ്ണിൽ തന്നെയാണ് കുരു. നിങ്ങളുടെ കണ്ണ് കൊണ്ട് നോക്കുമ്പോൾ ചേട്ടൻ ഒരു കണ്ണ് ഡോക്ടറിനെ കാണിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ അപരാധങ്ങൾ അതിൻ്റെ അകത്ത് കാണിക്കുന്നതല്ലേ അനു ചൂണ്ടിക്കാണിക്കുന്നത്, അല്ലാതെ അവൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന അപരാധങ്ങളൊന്നും അല്ലല്ലോ. ഈ ആര്യനും ഗിസയിലും തമ്മിലുള്ള കുൽസിതങ്ങൾ ഉൾപ്പെടെ അവൾ കണ്ടതല്ലേ ചൂണ്ടിക്കാണിച്ചത്. പുറത്തുനിന്ന് പുതിയതായിട്ടൊന്ന് ഇംപ്ലിമെന്റ് ചെയ്ത് കൊണ്ടുവന്ന് കാണിക്കുന്നതല്ല. അതാദ്യം സാമാന്യ ബോധം വെച്ച് മനസ്സിലാക്കാൻ പഠിക്കുക. വിവരമില്ലാത്തവരുടെ സംസാരിച്ച് സമയം കളയാൻ ഞാനും ഇല്ല കേട്ടോ. നിങ്ങൾ ഗിസേലിനെ സപ്പോർട്ട് ചെയ്തോളൂ. അവിടെ ഗെയിമാണ് നടക്കുന്നത്. അവളുടെ ചെയ്ത്താണ് ശരിയല്ല എന്ന് ചില ആൾക്കാർക്ക് തോന്നുന്നത്. ഗിസേലിനെ പോലെ ഉള്ളവരെ ഇഷ്ടപ്പെടുന്നവർ ഉണ്ടാവും. ആ മുഖത്തിന്റെ പല മുഖങ്ങൾ ആണ് അവിടെ ഉള്ളത്. ഇന്നലെ ഗിസേൽ അക്ബർ പ്രോബ്ലം ഉണ്ടാക്കാൻ പറഞ്ഞെന്ന് കള്ളം പറഞ്ഞു പരദൂഷണം ഗിസേൽ പറയുന്നുണ്ട്. കുശുംബം അവൾക്കുണ്ട്. കുശുംബം എല്ലാ മനുഷ്യർക്കും ഉണ്ടേ, അത് വിട്. ഓക്കെ, സ്റ്റാർ മാജിക് അല്ലേ, അതിൽ അവൾ ഒരു മണ്ടിയെ പോലെ അഭിനയിച്ചു. ആ തങ്കച്ചനെ പറ്റിച്ചു നടന്നു. അതുപോലെ മറ്റുള്ളവരുടെ ഇത് നടക്കില്ലല്ലോ. കാരണം ഞാനൊന്നും ഈ സ്റ്റാർ മാജിക് കാണാറില്ല. ഈ തങ്കച്ചൻ എന്തുവാ പറ്റിച്ചു നടന്നെന്ന് പറയുന്നത് എനിക്കത് മനസ്സിലായില്ല.
ഓ എന്തൊക്കെയാ പറഞ്ഞ റൂമേഴ്സ് ഒക്കെ ഞാനും കേട്ടിട്ടുണ്ട്. അതായിരിക്കും കേട്ടോ എടുത്ത് വെച്ചിട്ട് ഉണ്ടാക്കുന്നത്. കൊള്ളാടെ തീട്ട പരിപാടികളൊക്കെ കാണിക്കാതെ എടുക്കുക ആഡ് മാത്രം കാണും. അതിൽ ഇവൾ പലതവണ തല്ലുകൊള്ളുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ മനസ്സിലായി തല്ലുകൊള്ളുന്നതിന് പൈസ കൊടുക്കാവുന്ന ഷോയാണ് അതെന്ന്. ഇവളേക്കാൾ ഫേമസ് ആണ് രേണു. സൂപ്പർ. അയ്യോ അതിന്റെ കാര്യമൊന്നും പറയല്ലോ. ബാർ ഡാൻസ് രാവിലെ ഞാൻ കണ്ടതേ ഉള്ളൂ. അതും 1 മാസം കൊണ്ട് തന്നെ. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയാൽ അത്ര കാര്യമല്ല എന്ന് ഓർക്കുക. ഇത് മൈൻഡ് ഗെയിം ഷോയാണ്. ഇവിടെ ആളുകൾ പലവിധമാണ്. ഇവളെ പോലെ ഉള്ള ആളുകൾക്ക് ഈ ഷോ നശിപ്പിക്കും. അതുകൊണ്ട് ഇവൾ PR-നെ കൂട്ടി ഫൈനലെത്തിയാലും ജയിക്കില്ല. രേണുമായിട്ടൊന്നും കമ്പയർ ചെയ്യല്ലേ. സ്വന്തം ഭർത്താവ് മരിച്ചു പോയതിനെ വെച്ച് മുതലാക്കിക്കൊണ്ട് മുതലെടുപ്പ് നടത്തിക്കൊണ്ട് ഫെയിം നേടിയതാണ്. ഇതൊക്കെ വർഷങ്ങളായിട്ട് എനിക്ക് തോന്നുന്നു നല്ല വർഷങ്ങളായിട്ടുണ്ട് ഈ അനുമോളൊക്കെ ഇതിൽ വന്നിട്ട് ഈ ഒരു പരിപാടിയൊക്കെ തുടങ്ങിയിട്ട്. കഷ്ടപ്പെട്ട് ഫെയിം നേടി ജനഹൃദയങ്ങളിൽ ഇടം നേടി ജനസ്നേഹം ജനപിന്തുണനെയൊക്കെ നേടി വന്ന ഒരു പെണ്ണാണ്. എവിടെയൊക്കെ പോയിട്ട് ഇമ്മാതിരി കാട്ടവരാതം പറയാൻ നിനക്ക് കുളിപ്പില്ലടാ ഊളകളെന്നെ ഞാൻ ചോദിക്കും. പൈസ എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. സ്വഭാവം നല്ലതല്ല. പൈസ ഉണ്ടാക്കിയെന്ന് വെച്ച് നല്ലൊരു വ്യക്തിയാകില്ല. വീണ്ടും റിപ്പീറ്റിൽ ആ സാധനങ്ങളൊക്കെ തന്നെ. പെണ്ണിന്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ആർക്കെങ്കിലും വേണോ? ഇവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും. ഒന്ന് പോ മോനെ. ആണുങ്ങൾ പുറത്തിറങ്ങിയാൽ എല്ലാവരും പുണ്യാളന്മാരല്ലേ? ഇതിപ്പോ എന്തുവാടെ ഇവിടെ നടക്കുന്ന മൊത്തം അടിയും വഴക്കും കുത്തിത്തിരിപ്പും ഒക്കെ ആണല്ലോ നിന്റെ സ്വഭാവം. ഞാൻ സീരിയസ്ലി ഒരു കാര്യം പറയാം. നിങ്ങൾ എല്ലാവരും എന്തിനാണ് ഇങ്ങനെ അടി വയ്ക്കുന്നത്? ദുരന്തം എങ്ങനെ ചളി ഡയലോഗ്. സീരിയസ്ലി ഞാൻ വീണ്ടും റിപ്പീറ്റിൽ പറയാം, ഇങ്ങനെ കിടന്ന് അടി വെക്കരുത്. ആർമി ആയിക്കോട്ടെ, ഫാൻസ് ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, നിങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ അടി വെച്ചിട്ട് എവിടെ പോയി നിൽക്കാനാ? അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. ഇതൊക്കെ വളരെ ഒരു മോശമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ തമ്മിൽ തല്ലുന്നത്, പുറത്ത് കിടന്ന് തമ്മിൽ തല്ലുന്നത് സീരിയസ്ലി ആ കണ്ടസ്റ്റന്റുകളെ വളരെയധികം മോശം രീതിയിൽ ബാധിക്കും. അത് നിങ്ങൾ ഇപ്പോഴില്ലെങ്കിൽ പിന്നെ മനസ്സിലാകും. കാരണം ഇപ്പൊ അനുമോളുടെ പേര് പറഞ്ഞിട്ട് നിങ്ങൾ പുറത്ത് കിടന്ന് അടി വെക്കും, അനീഷിന്റെ പേര് പറഞ്ഞിട്ട് പുറത്ത് കിടന്ന് അടി വെക്കും, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടി വെക്കും, തമ്മിൽ തല്ലും, ചീത്ത വിളിക്കും, മുണ്ടോക്കി കാണിക്കും, പലതും ചെയ്യും. അവസാനം ഇതെല്ലാം കൂടി ബാധിക്കുന്നത് ഇന്ന കണ്ടസ്റ്റന്റ് ആയിരിക്കും. ഇപ്പൊ അനുമോളുടെ ആർമി പേജ് ആയാലും മറ്റുള്ളവരെ മോശമായിട്ട് പറയാനോ അല്ലെങ്കിൽ ഡിഗ്രേഡ് ചെയ്യാനോ പോയി കഴിഞ്ഞാൽ അനുമോളെ അത് ബാധിക്കും, അവളുടെ ഗെയിമിനെ അത് ബാധിക്കും. പക്ഷെ അകത്ത് ഗെയിം കളിക്കുന്ന അവരവരുടേതായ രീതിയിൽ എല്ലാം കളിച്ച് അവരുടേതായ നിലപാടുകൾ പറഞ്ഞു പോകുന്നു. അവർ ഈ പുറത്ത് കിടക്കുന്ന ഊള പരിപാടികളും കാര്യങ്ങളും ഒന്നും അവർ ഒരു തേങ്ങ അറിയുന്നില്ല. അത് മറ്റൊരു വാസ്തവമാണ്. എന്നാൽ ഇതൊന്നും മനസ്സിലാക്കാണ്ട് എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞ് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ഈ ആർമി പേജുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നു. അത് അനുമോളുടെ ആർമി പേജ് ആയിക്കോട്ടെ, അനീഷിന്റെ ആയിക്കോട്ടെ, ഷാനവാസിന്റെ ആയിക്കോട്ടെ, ആരുടെയെങ്കിലും ഒക്കെ ആയിക്കോട്ടെ, അങ്ങോട്ടും ഇങ്ങോട്ടും അടി വയ്ക്കുന്നത് സൂക്ഷിച്ചു വെച്ചില്ലെങ്കിൽ നിങ്ങൾ കാരണം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കണ്ടസ്റ്റന്റിനെ ഒരുപാട് ബാധിക്കുമെന്നുള്ളൊരു കാര്യം വാസ്തവമാണ്. പിന്നെ ഈ സൂര്യ ചേച്ചിയൊക്കെ വന്നിട്ട് എന്ത് തേങ്ങ പറയുന്നുണ്ട്, എന്തൊക്കെയോ വായി തോന്നിയൊക്കെ വിളിച്ച് പറയുന്നു. എന്തായാലും ഒരു ഓഡിയൻസിന്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കമന്റ്സ് ഇടുന്നതിനുമായി ബന്ധപ്പെട്ടിട്ട് എനിക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പറയാൻ പറഞ്ഞിട്ട് തന്നെയാണ് അവർ മെസ്സേജ് അയച്ചിട്ടുള്ളത്. അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ വോയിസ് ഒന്ന് കൊടുക്കാം. ഇതിപ്പോ നമ്മള് എങ്ങനെ നോക്കിയാലും അനുമോളുടെ വീഡിയോസ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ താഴെ നെഗറ്റീവ്സ് വരുന്നുണ്ട്. പക്ഷെ ചില ആൾക്കാര് അനുമോൾക്ക് നെഗറ്റീവ്, അനുമോളുടെ പോസിറ്റീവ് വീഡിയോക്ക് താഴെ പോലും അതിന്റെ താഴെ നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ ആ ഒരു കുട്ടിക്ക് ജീവിതമുണ്ട് പോലും ആലോചിക്കാണ്ട് ഇങ്ങനെ നെഗറ്റീവ് ഇട്ടുകൊണ്ട് നിൽക്കുക. ഇപ്പൊ ഇന്നലെ അക്ബറും നമ്മളെ കുറച്ച് ആൾക്കാരും ചേർന്ന് സംസാരിക്കുന്ന ടൈമിൽ അനുമോൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ക്യാഷ് ആണ് എന്നെല്ലാം പറഞ്ഞ് സംസാരിക്കുന്നത് താഴെ ആ ഒരു വീഡിയോ അനുമോളുടെ ഫാൻ ബേസ് ഇട്ടിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ താഴെ ഒരു സൂര്യ എന്ന് പറഞ്ഞിട്ട് ഒരു ആള് കമന്റ് ഇട്ടതാ, ഇത് ക്യാഷ് ഉണ്ടാക്കിയതല്ലേ പറഞ്ഞിട്ടുള്ളൂ, സ്വഭാവത്തിന്റെ കാര്യം പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ അതിന്റെ താഴെ അനുമോൾക്ക് സപ്പോർട്ട് ചെയ്തിട്ട് കുറെ കമന്റ്സ് വന്നു. അതിന്റെ താഴെ പിന്നെ വരുന്നത് അനുമോളെ സപ്പോർട്ട് ചെയ്താ പിന്നെ നമ്മളോട് തിരിച്ചു പറയുന്നത് ഒന്നുകിൽ നമ്മൾ അനുമോളുടെ അടിമ അല്ലെങ്കിൽ PR. അനുമോള് സപ്പോർട്ട് ചെയ്യുന്നത് ചോദിച്ചാല് അടിമയായിട്ടോ അല്ല PR ആയിട്ടോ ഫാൻ ആയിട്ടൊന്നല്ല. അനുമോളെ നമ്മള് സ്റ്റാർ മാജിക് വഴി കാണുന്നുണ്ട്, അതുവഴി മുന്നേ കാണുന്ന ഒരാളാണ്. പക്ഷെ അന്നേരം അത്ര ഒരു ഫാൻ ബേസ് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ ബിഗ് ശേഷം ആളെ കളിയും ആ ഒരു സ്വഭാവം എല്ലാം കാണുമ്പോൾ പൊതുവെ കാണുന്നൊരു നല്ലൊരു കുട്ടി അങ്ങനെ തോന്നിയിട്ടുള്ളൂ. അതിന് താഴെ ഈ നെഗറ്റീവ് എന്ത് വന്നാലും ഒരു നെഗറ്റീവ് അല്ലാണ്ട് അനുമോൾക്കൊരു പോസിറ്റീവായിട്ട് ഒരാൾ കമന്റ് ഇട്ട് അതിന്റെ താഴെ വന്ന് അയാള് പിന്നെ അനുമോളുടെ PR ആയി, അനുമോളുടെ അടിമയായി. ഈ അനുമോൾക്ക് പോസിറ്റീവ് ഇടുന്ന ഇത്രയും ആൾക്കാര് ഉണ്ടെങ്കിൽ
ഇത്രയും ആൾക്കാർ അനുമോളുടെ PR എങ്ങനെയാവും, അടിമ എങ്ങനെയാവും? അനുമോള് സ്നേഹിക്കുന്നത് കൊണ്ടാ. ഇതൊന്നും നമ്മളെ ഇത് ഇപ്പം ബാക്കിയുള്ളവരെ PR ആണോ അല്ല വേറെ ആരെങ്കിലും ഫാൻ ബേസിലുള്ള ആൾക്കാരാണോ ഒന്നും അറിയത്തില്ല. ഓക്കെ, ഈ ലേഡി പറയുന്ന കറക്റ്റ് കാര്യമല്ലേ? നമ്മൾ അനുമോളെ സപ്പോർട്ട് ചെയ്ത് എന്തെങ്കിലും സംസാരിച്ചാലോ അല്ലെങ്കിൽ കുറെ ആൾക്കാർ അനുമോളെ സപ്പോർട്ട് ചെയ്ത് കമന്റ് ഇട്ടാ ഉടനെ പിടിച്ച് PR ആക്കുക. എന്തുവാടെ, അത് ഒരു യോജിപ്പില്ലാത്തൊരു കാര്യം തന്നെയാണ് എനിക്ക്. അതുപോലെ തന്നെയാണ് ഞാൻ ആദ്യം വായിച്ചില്ല ഒരു കമന്റ്, സൂര്യ PV പൈസ എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം, സ്വഭാവം നല്ലതല്ലേ, പൈസ ഉണ്ടാക്കിയെന്ന് വെച്ച് നല്ല വ്യക്തിയാവില്ല. അതെന്താ, പൈസ ഉണ്ടാക്കിയെന്ന് വെച്ച് നല്ല വ്യക്തിയാവില്ലേ? പൈസ ഉണ്ടാക്കുന്നവരെല്ലാം മോശമാണ്. അപ്പൊ ഈ സൂര്യയുടെ വീട്ടിലുള്ള ആൾക്കാർ പൈസ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവരെല്ലാവരും മോശമാണ്? അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുകയാണ്. പൈസ ഉണ്ടാക്കി കഴിഞ്ഞെന്ന് വെച്ചും കൊണ്ട് നല്ല ആളല്ല, സ്വഭാവ സർട്ടിഫിക്കറ്റ് ആരുടെ? നീ സർട്ടിഫിക്കറ്റ് അടിച്ചു കൊടുക്കും, സ്വഭാവ സർട്ടിഫിക്കറ്റ്. എനിക്ക് 2 അടിച്ചാ സൂര്യ ഈ കളി കൊള്ളൂല. ഇതൊരുമാതിരി മോശമാണ്. ഒരാളെ മനഃപൂർവ്വം താഴ്ത്തിക്കെട്ടാൻ വേണ്ടിയിട്ടൊക്കെ പറയുന്ന കാര്യങ്ങൾ അതെനിക്ക് യോജിപ്പുള്ള ഒരു കാര്യമല്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് താഴാക്കാൻ വേണ്ടി. ഇതൊക്കെ കണ്ടിട്ട് എനിക്കാണെങ്കിൽ ഒരുമാതിരി എന്ത് പാടെ പുച്ഛമാണ് തോന്നുന്നത്. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.